നിനക്ക് അല്ലാഹു തരുന്ന ഈ ആമീൻ പറഞ്ഞവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയുമ്പോ നീ ആമീൻ പറയാത്തതോർത്തിട്ട് ഇവിടെ ഇരുന്ന് കരയും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ മാസത്തിനെ ബഹുമാനിക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവര് കൈവെക്കും. ശഅബാൻ എന്ന് പറയുന്ന ഈ മാസത്തിനെ പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. അല്ലാഹുവേ, ഈ കൈ കൊണ്ട് മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. ഉറക്കപ്പറ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവേ, ഈ പുണ്യമാസത്തിന് മുത്തുനബിയുടെ ഈ മാസത്തിനെ ബഹുമാനിക്കാമെന്ന് നിയ്യത്ത് ചെയ്ത ഞങ്ങളെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒന്ന് ചുംബിച്ചാൽ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുന്ന ആ കല്ലിലൊന്ന് ചുംബിക്കാൻ, ആ കല്ലിലൊന്ന് തൊടാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഹജറുൽ അസ്വദ് ചുംബിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. അൽഹംദുലില്ലാഹ്, ഒരുപാട് പേര് അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇനിയും ചെന്ന് ചുംബിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവേ, പലരും കൈവക്കിയിട്ടില്ല. അല്ലാഹ്, പാവങ്ങൾ പടച്ചവനെ നീ അവരെ എവിടെ എത്തിക്കണേ തമ്പുരാനെ. നീ എവിടെ എത്തിക്കണേ പടച്ചവനെ. അല്ലാഹു, നീ എവിടെ എത്തിക്കണേ പടച്ചവനെ. ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് എളുപ്പമാ? ഹജറുൽ അസ്വദ് ചുംബിക്കുന്ന എളുപ്പമാ? 5 കൊല്ലം മുമ്പ് നീ പോയി മുത്തി വാപ്പ, ഇപ്പൊ ഒന്ന് പോയി മുത്താ നോക്കിക്കേ. 5 വർഷം മുമ്പ് പോയി പലരും ഹജറുൽ അസ്വദ് മുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് പോയി നോക്ക്. ഇടി എന്ന് പറഞ്ഞാൽ എന്തോ ഇടിയെന്നറിയോ? എന്തൊരു ഇടിയാന്നറിയോ? ഹജറുൽ അസ്വദിന്റെ മുന്നിൽ നടക്കുന്ന ഇടി. ഞാനിപ്പോ ഈ പ്രാവശ്യം പോയപ്പോ പടച്ചവന് 5 ദിവസം ഉണ്ടായിരുന്നു. 5 ദിവസം ഉണ്ടായിരുന്നു. ഒന്ന് മുത്താൻ നോക്കിയതാ, നടന്നില്ല. 5ാമത്തെ ദിവസം എനിക്കൊന്ന് കഴിഞ്ഞു. 4 ദിവസം ഞാൻ പോയി ആവുന്ന പണി. നമ്മൾ വിചാരിക്കും രാത്രി 2 മണിക്ക് പോയാൽ മുത്താന്ന്. ഒന്ന് പോയി കയറി കൊടുക്കണം. 2 മണിക്ക് പോയാൽ മുത്തു, അല്ലെങ്കിൽ 3 മണിക്ക് പോയാ ഒന്ന് പോയി കയറി. എന്താ ഇടിയെന്നറിയോ? പെണ്ണുങ്ങളൊക്കെ വായിക്കൂടൊക്കെ രക്തം ഒലിപ്പിച്ചോണ്ടാ ഇറങ്ങി വരുന്ന. ഓരോ മനുഷ്യന്റെ ശരീരമൊക്കെ കണ്ട. അവസാനം പോകുന്നതിന്റെ അന്ന് എല്ലാവരും വിടവാങ്ങൽ തവാഫിന് പോയി. എല്ലാവരും വിടവാങ്ങൽ തവാഫിന് പോയിട്ട് എല്ലാവരും വിടവാങ്ങൽ തവാഫ് നടത്തുമ്പോ ഞാൻ നേരെ ഹജറുൽ അസ്വദിന്റെ മുന്നിലേക്ക് പോയി. അല്ലാഹുവേ, കഅബാലയത്തിന്റെ കില്ല് പിടിച്ചിട്ട് പടച്ചവനോട് ദുആ ചെയ്തു. അല്ലാഹ്, ഒരവസരം താ പടച്ചവനെ. എല്ലാ വർഷവും വരുമ്പോ ഒന്ന് മുത്തിയിട്ട് പോകണം. ഈ പ്രാവശ്യം ഇതുവരെ കിട്ടിയില്ല. ഒന്ന് അള്ളാഹിനോട് ദുആ ചെയ്തു. ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു 2 സഹോദരന്മാര് അവരുടെ ഉമ്മാനെയും കൊണ്ട് മുത്താൻ വന്നു. ഇത് നിൽക്കണം, നമ്മുടെ ആരോഗ്യം നോക്കണം. 2 സഹോദരന്മാർ അവരുടെ ഉമ്മായും കൊണ്ട് മുത്താൻ വന്നു. പടച്ചവൻ എന്നെ അങ്ങോട്ട് തള്ളി നീക്കിയൊക്കെ നിർത്തി. ഞാനൊരു സാധുവിനെ പോലെ ഇങ്ങനെ നോക്കി. കാരണം അത്രയ്ക്ക് ആരോഗ്യമല്ലേ, എല്ലൊക്കെ അല്ലേ. ആ ചങ്ങാതിമാര് 2 പേരും അങ്ങോട്ട് പോയിട്ട് പടച്ചവൻ അവരുടെ ഉമ്മാനെ മുത്തിക്കുന്ന ഒരു രംഗം. അല്ലാഹുവേ, ഉമ്മായും വല്ലാതെ സ്നേഹിക്കുന്ന മക്കള് 2 ഉമ്മാനെ ഇങ്ങനെ ചുംബിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. അവസാനം അവര് 2 പേരും മുത്തി, ഉമ്മയും മുത്തി. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്നു. എന്നോട് ചോദിച്ചു, നിനക്ക് വേണോ? എന്താപ്പാ ചോദ്യം? എനിക്ക് അവസരം കിട്ടി. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ പാവങ്ങളൊക്കെ പടച്ചവൻ പുറത്തു തരുമാറാകട്ടെ. ആ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ അല്ലാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ കൈപൊക്കിയവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം നിങ്ങൾ വെറുതെയാണെന്ന് കരുതിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ വില നിനക്കറിയാത്തത് കൊണ്ടാ ചെറുപ്പക്കാരാ. മോനെ, നിനക്ക് ഈ മാസത്തിന്റെ വില നിനക്ക് റമദാൻ മാസത്തിന്റെ മഹത്വമല്ലേ അറിയൂ? എങ്കിൽ ഈ ശഅബാൻ എന്ന് പറയുന്ന ഈ മാസത്തിനൊരു മഹത്വമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ശഅബാൻ ഹുവൽ മുകഫിറൂൻ. മോനെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ മാസം പാപം പൊറുക്കുന്ന മാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മോനെ, ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ടടാ. റമളാൻ മാസത്തില് മാത്രമല്ല പാപം പൊറുക്കുന്നത്. റമളാൻ മാസത്തില് മാത്രമല്ല പാപം പൊറുക്കുന്നത്. മോനെ, ശഅബാന്റെ മാസമുണ്ടല്ലോ, മുത്തുനബിയുടെ മാസമല്ലേ. ഈ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചല്ലേ നിനക്ക് സ്വർഗത്തിൽ പോകേണ്ടത്. ഈ മുത്തുനബിയുടെ ശഫാഅത്തല്ലേ നീ കൊതിക്കുന്നത്. ഈ മുത്തുനബിയുടെ കയ്യിൽ നിന്നല്ലേ ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കേണ്ടത്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട്, എന്റെ പെങ്ങന്മാരോട്, എന്റെ വാപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്ക് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, ഞാൻ ചെയ്ത പാപം, നിങ്ങൾ ചെയ്ത പാപം, ഞങ്ങളെ രഹസ്യവും പരിസവും അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും പടച്ചവനെ ധിക്കാരത്തോടെ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കണക്കറിയുമോ?